ഹായ് ഡിയേഴ്സ്, അസ്സാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള കിഫായ കേക്കാണ്. പല ഫ്ലേവറിലുള്ള രുചികൾ ഒരുമിച്ച് വരുന്ന ഒരു കേക്കാണ് ഈ ഒരു കിഫായ കേക്ക്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 kg അളവിലുള്ള കിഫായ കേക്കാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് തന്നെ 1/3 കപ്പ് പിസ്ത എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. 1/3 എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ടോട്ടലായിട്ട്. അപ്പോൾ ഇത് നമുക്ക് കുറച്ചാണ് ബാറ്ററിലേക്ക് വേണ്ടത്, ബാക്കി കുറച്ച് നമുക്ക് ക്രീമിലേക്കുമാണ് ആവശ്യം. അപ്പോൾ ഞാനിത് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു 1/4 കപ്പ് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ, ബാറ്ററിലേക്ക് വേണ്ടിയിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് മാറ്റി വെക്കുക. ഇനി നമുക്കിതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഒരു അരിപ്പ് എടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ മൈദ മാറ്റുകയാണ് കേട്ടോ. 1/2 കപ്പിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ മാറ്റുന്നുണ്ട്. എന്നിട്ട് ആ ഒരു മാറ്റിയ മൈദക്ക് പകരമായിട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കതിലേക്ക് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഞാൻ ചേർക്കുന്നത്. എന്തെടുക്കുമ്പോഴും നമ്മൾ വടിച്ചിട്ട് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ ഈ ഒരു കേക്കിൽ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള കാര്യമാണ്, എല്ലാം കറക്റ്റ് അളവിൽ തന്നെ എടുക്കണം. അപ്പോൾ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്തു. പിന്നെ ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് അരിക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനിങ്ങനെ വിസ്ക് ഉപയോഗിച്ചിട്ടൊന്ന് അരിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അരിച്ചെടുത്തിട്ടുള്ള ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് നമുക്ക് പൊടിച്ചെടുത്ത 1/4 കപ്പ് പിസ്താശയും കൂടെ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അത് നന്നായിട്ട് കമ്പൈൻ ആവുന്ന വരെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ടത് മാറ്റി വെക്കാം. പിന്നീട് ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. അപ്പം മുട്ടയിലും ബൗളിലും ഒന്നും വെള്ളം ഇല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളെപ്പോഴും പറയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല ഫ്ലഫി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് ബീറ്റ് ചെയ്ത് തുടങ്ങാം. ഫസ്റ്റ് ഒരു 40 സെക്കൻഡൊക്കെ ബീറ്റ് ചെയ്തെടുത്ത ശേഷം നമുക്ക് പഞ്ചസാര ഒരു 1/4 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് കുറേശ്ശെ ഇട്ടു. അപ്പോൾ പൊടിക്കാത്തതാണ്, പൊടിച്ചതാണെങ്കിൽ ഒരു 1/2 കപ്പ് പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത് എന്താ പറയുക, പഞ്ചസാര നന്നായിട്ട് അലിയില്ല എന്ന് പേടിയുള്ളവർക്ക് പൊടിച്ചിട്ട് തന്നെ ചേർക്കണം. പഞ്ചസാര നന്നായിട്ട് അലിയിച്ചെടുക്കൽ നിർബന്ധമാണ്. പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂണ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ലോ സ്പീഡിലിട്ടിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇത്രയും മതി. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല, വേണമെന്നുണ്ടെങ്കിൽ ബീറ്റർ കൊണ്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു സ്പാച്ചുല ഉപയോഗിച്ചിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. സ്പാച്ചുല അല്ല കേട്ടോ, ഈ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് കട്ട് ആൻഡ് ഫോൾഡ് രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഒരേ ഡയറക്ഷനിലല്ല, ഒന്നിങ്ങനെ കട്ട് ചെയ്യുക പിന്നെ ഫോൾഡ് ചെയ്യുക, ആ രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. എന്നാൽ കറക്റ്റായിട്ട് നമുക്കത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് മിക്സായി കിട്ടും. അപ്പോൾ ഈ രീതിയിൽ ചെയ്തെടുക്കുക. അങ്ങനെ ബാറ്റർ ഇവിടെ റെഡിയാക്കി എടുത്ത ശേഷം നമ്മൾ ഓൾറെഡി ഗ്രീസ് ചെയ്ത് വെക്കണം കേട്ടോ ഒരു മോൾഡ്. അപ്പോൾ ഞാനിത് 6 ഇഞ്ചിൻ്റെ മോൾഡിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 6 ഇഞ്ചിൻ്റെ മോൾഡ് ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് ഞാൻ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാനിത് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബാറ്ററി നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു റിബൺ കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബാറ്ററി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് നമുക്ക് കിട്ടും. അപ്പോൾ ഇതാ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു സ്ക്വയർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ്, കംപ്ലീറ്റ് ആയിട്ട് എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഒരു 3-4 തവണ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഞാൻ ഇതുപോലൊരു പാത്രം അതിൽ ഇറക്കി വെച്ചിട്ടാണിത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം ഒരു 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് ബേക്കായി കിട്ടും കേട്ടോ. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് പറയാം. ഷുഗർ സിറപ്പിന് പകരമായിട്ട് ഞാനിവിടെ പൈനാപ്പിൾ ജ്യൂസാണ് എടുത്തത്. അതിലേക്ക് പഞ്ചസാര ചേർത്തിട്ട് ജ്യൂസാക്കി എടുത്തതാണ്. പിന്നെ അതാ ഒരു ലെയറിൽ വെക്കാനായിട്ട് സ്ട്രോബെറിയുടെ ക്രഷ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ലെയറിലേക്ക് കറക്റ്റായിട്ട് നമുക്ക് എടുത്താൽ മതി, എത്ര വേണം. പിന്നെ അതുപോലെ തന്നെ മാംഗോ പൾപ്പാണ്, നമ്മുടെ നല്ല പഴുത്ത മാങ്ങയിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്തിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്തതാണ്. അത് കുറച്ചൊരു ലെയറിലേക്ക് വെക്കാൻ മാത്രം, അതും എടുത്ത് വെക്കാം. അപ്പോൾ പൈനാപ്പിളിൻ്റെ ജ്യൂസും അതാണ് ഷുഗർ സിറപ്പിന് പകരം കേട്ടോ. അപ്പോൾ മാംഗോ പൾപ്പിലേക്ക് ഞാൻ കുറച്ച് കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്ട്രോബെറിയുടെ ക്രഷിലേക്കും കുറച്ച് കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ 2 ലെയറിലായിട്ട് ഇത് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, പല ഫ്ലേവറിലുള്ള ഒരു കേക്കാണ് ഇത് എന്ന്. പിസ്തായുടെയും പൈനാപ്പിളിൻ്റെയും മാംഗോയുടെയും സ്ട്രോബെറി ക്രഷിൻ്റെയും എല്ലാത്തിൻ്റെയും ഒരു ഇതാണ്. പിന്നെ നമ്മുടെ ഈ പൈനാപ്പിൾ ജ്യൂസിന് പകരം നമ്മൾ വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പൈനാപ്പിളിൻ്റെ ക്രഷ് ഉണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ടൊക്കെ നമുക്ക് അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് തന്നെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കുകയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് തണുത്തതിന് ശേഷം നമുക്ക് 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ ഞാനിത് 3 ലെയേഴ്സായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിന് കടൽ കടന്നെത്തിയ കേക്ക് എന്നൊക്കെയാണ് ഇതിന് പറയാറ് കേട്ടോ. നമ്മുടെ ഇവിടെയുള്ള കേക്കല്ല, ഇതങ്ങ് എവിടുന്നോ കടൽ കടന്ന് എവിടുന്ന് ഇതിൻ്റെ ഉത്ഭവം ഒന്നും എനിക്ക് ശരിക്കറിയില്ല, അങ്ങനെയാണ് പറയാറ്. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ 3/4 കപ്പ് ഇത് കുറേ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഇതിലേക്ക് വേണ്ടത് 3/4 കപ്പാണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ക്രം കോട്ടിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് വേറൊരു ബൗളിലേക്ക് എടുത്തിട്ട് അതിലേക്ക് ബാക്കിയുള്ള നമ്മൾ പൊടിച്ചിട്ടുള്ള പിസ്താഷ്യൂ ചേർത്തിട്ട് അവിടെ മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക. ക്രം കോട്ടിങ്ങിന് നമ്മൾ മാത്രമേ ഇത് യൂസ് ചെയ്യുന്നുള്ളൂ. ഫൈനൽ ഫ്രോസ്റ്റിങ്ങിന് നമ്മൾ നോർമൽ ക്രീം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഞാനൊരു ബേസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ക്രീം അപ്ലൈ ചെയ്തിട്ട് ഫസ്റ്റ് ലെയർ വെച്ചിട്ട് നമ്മുടെ ആ പൈനാപ്പിൾ ജ്യൂസ് വെച്ചിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെയായിട്ട് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ക്രീം എല്ലാ ഭാഗത്തേക്കൊന്ന് ആക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് അതിൻ്റെ മേലെയായിട്ട് ഒരു ഇതുണ്ടല്ലോ, മാംഗോയുടെ പൾപ്പ്, നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മാംഗോയുടെ പൾപ്പ് ചേർത്തിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് ലെവലാക്കി എടുത്ത ശേഷം മാംഗോയുടെ പൾപ്പ്, അപ്പോൾ നമ്മൾ ഓരോ കേക്ക് ചെയ്യുമ്പോൾ സൈഡൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കട്ടെ, എന്നാലേ ലെവലായി കിട്ടുള്ളൂ. അപ്പോൾ ആ മാംഗോയുടെ പൾപ്പ് ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് നല്ല ലൂസിൽ മാംഗോ പൾപ്പ് എടുക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ സൈഡിലൂടെയൊക്കെ ഒലിച്ചിറങ്ങും. അങ്ങനെ രണ്ടാമത്തെ ലെയറും വെക്കുക. എന്നിട്ട് പൈനാപ്പിൾ ജ്യൂസ് വെച്ചിട്ട് വെറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഈ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് നമ്മൾ പിസ്താഷ്യൂ ഇട്ടിട്ടുള്ള ക്രീമാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഫൈനൽ ഫ്രോസ്റ്റിംഗ് ഇത് വെച്ചിട്ട് ചെയ്യുമ്പോൾ കാണാനൊരു ലുക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഫൈനൽ ഫ്രോസ്റ്റിംഗ് നമ്മൾ നോർമൽ ക്രീം വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ലെയറിൻ്റെ മേലെയായിട്ട് നമ്മൾ സ്ട്രോബെറി ക്രഷ് വെച്ചിട്ടുണ്ടാക്കിയ മിക്സ് ഉണ്ടല്ലോ, അതാണ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഓരോ ലെയർ ചെയ്യുമ്പോഴും നേരത്തെ പറഞ്ഞ പോലെ സൈഡ് ക്ലീൻ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, കറക്റ്റ് ലെവലിൽ കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് സ്ട്രോബെറി ക്രഷ് വെച്ചിട്ടുള്ളതും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനൊരു സ്പൂൺ വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്തെടുക്കുന്നത്. എങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇത് ചെയ്തെടുത്ത ശേഷം നമുക്ക് മൂന്നാമത്തെ ലെയറും കൂടെ വെച്ച് കൊടുക്കുക. മറ്റേ പൈനാപ്പിൾ മിക്സ് വെച്ചിട്ട് വെറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് ലെവലാക്കി കൊടുക്കുക, സൈഡൊക്കെ ഒന്ന് ലെവലാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് പൈനാപ്പിൾ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് വെറ്റ് ചെയ്തതിന് ശേഷം കംപ്ലീറ്റ് ആയിട്ട് ക്രം കോട്ടിങ് ചെയ്തിട്ട് ഫ്രിഡ്ജിലൊരു 10 മിനിറ്റ്, ഫ്രീസറിലാണെങ്കിൽ താഴെയെങ്കിൽ ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. ഫുൾ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ക്രീം വെച്ചിട്ട് ക്രം കോട്ടിങ് ചെയ്തെടുക്കാം. സൈഡൊക്കെ ഒന്ന് ഇതുപോലെ ക്ലീൻ ചെയ്തിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അത് നന്നായിട്ട് തണുത്തെടുത്ത ശേഷം നമുക്ക് ഫൈനൽ ഫ്രോസ്റ്റിങ് ക്രീം വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഫൈനൽ ഫ്രോസ്റ്റിങ് കഴിഞ്ഞിട്ട് 1-2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നന്നാക്കി തണുപ്പിച്ചെടുത്ത ശേഷം നമുക്ക് ഇതിൻ്റെ മേലെ ഗനാഷ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നന്നാക്കി തണുപ്പിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ക്രീം മെൽറ്റായി പോവും. അപ്പോൾ ഇത് 1/2 കപ്പ് വൈറ്റ് ചോക്ലേറ്റിലേക്ക് 1/4 കപ്പ് വിപ്പിംഗ് ക്രീമും അതുപോലെ തന്നെ അതിലേക്ക് പിസ്തയുടെ മിക്സ് ഉണ്ടല്ലോ, നമ്മൾ വെള്ളം കലക്കാനൊക്കെ യൂസ് ചെയ്യുന്നത്, അതും ഒരു ഡ്രോപ്പ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ ഈ പിസ്ത മിക്സ് വേണമെന്നുണ്ടെങ്കിൽ കേക്ക് ഉണ്ടാക്കുമ്പോൾ കേക്ക് ബാറ്ററിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിക്കട്ടെ, അതിന് നിർബന്ധമൊന്നുമില്ല, ഒരു കളറിന് വേണ്ടി മാത്രം. പിന്നെ ഞാൻ ഇതിൻ്റെ ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് ഫ്ലവറും അതുപോലെ ചോക്ലേറ്റ്സും മാത്രമേ വെക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാൻ മാങ്ങയൊക്കെ കട്ട് ചെയ്തിട്ട് അതൊക്കെ പല രീതിയിലും വേണമെങ്കിൽ ചെയ്യാൻ ഞാൻ സിമ്പിളായിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഞാനിത് കട്ട് ചെയ്തിട്ട് കൂടെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്